കഴിഞ്ഞ ദിവസം രാത്രി 1:30 മണിയോടെ സന്നിധാനത്തെ ഇരുട്ടറകളിൽ ആ രഹസ്യങ്ങൾ ഓരോന്നായി വെളിപ്പെട്ടപ്പോൾ ഞെട്ടിയത് അന്വേഷണ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഈ നാട് മുഴുവനുമാണ്. ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആ പുണ്യശില്പങ്ങൾ കിടക്കുന്നു. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതൊന്നുമല്ല. ആരാണ് ആ വമ്പൻ സ്രാവുകൾ? അറസ്റ്റിലേക്ക് നീങ്ങുന്ന ആ VVIP മുഖങ്ങൾ ആരുടെയൊക്കെയാണ്? ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ ആവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തലവൻ ആരാണ്? ഈ കേസിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വിവരവും വിരൽ ചൂണ്ടുന്നത് അധികാരത്തിന്റെ ഉന്നത ശ്രേണികളിലേക്കാണ്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ വലിയ അറസ്റ്റിന് സമയമായിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ശബരിമലയിലെ കൊടിമരത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന അഷ്ടദിക്പാലകർ എന്നത് കേവലം 8 ശില്പങ്ങളല്ല, 8 ദിശകളെയും കാത്തു രക്ഷിക്കുന്ന പുണ്യരൂപങ്ങളാണ്. പഴയ കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിച്ചപ്പോ ആ ശില്പങ്ങളും അപ്രത്യക്ഷമായി. അപ്പോ ഇതൊക്കെ എവിടെ പോയി? ഉരുകിപ്പോയോ? അതോ ആരുടെയെങ്കിലും സ്വീകരണ മുറിയിലെ അലങ്കാര വസ്തുവായോ? ഇപ്പോ ഒരുപാട് നാളായി ഈ ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള എന്ന പേരിൽ വിവാദം കത്തിയ മാത്രമാണ് അന്വേഷണ സംഘം സ്ട്രോങ് റൂമിലേക്ക് ശ്രദ്ധ തിരിച്ചത്. അവിടെ കണ്ട കാഴ്ച അതിദാരുണമായിരുന്നു. ആ ശില്പങ്ങൾ ഒരു പാഴ്വസ്തുക്കളെ പോലെ ചാക്കിൽ കെട്ടി ഒരു മൂലയിൽ എറിയപ്പെട്ടിരിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്: ശബരിമലയിലെ സ്ട്രോങ് റൂം എന്നത് അതീവ സുരക്ഷാ മേഖലയാണെന്നാണ് പറയപ്പെടുന്നത്. അവിടുത്തെ ഓരോ നീക്കവും കൃത്യമായി രേഖപ്പെടുത്തണം. എന്നിട്ടും ഈ ശില്പങ്ങൾ എങ്ങനെ ചാക്കിൽ കെട്ടപ്പെട്ടു? അത് ആര് പേടിച്ചാണ് ഒളിപ്പിച്ചു വെച്ചത്? ഇവിടെയാണ് വമ്പൻ സ്രാവുകളുടെ സാന്നിധ്യം വ്യക്തമാകുന്നത്. ഒരു സാധാരണ ക്ലർക്കോ സെക്യൂരിറ്റിയോ വിചാരിച്ചാൽ സ്ട്രോങ് റൂമിൽ ഇത്തരം ഒരു കൃത്യം നടത്താൻ സാധിക്കില്ല. ഇതിന് ഉന്നത ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദമോ നേരിട്ടുള്ള പങ്കാളിത്തമോ എന്തായാലും ഉണ്ടാവും. ED നടത്തിയ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന നീക്കത്തിന് പിന്നാലെയാണ് സിറ്റ് എന്ന് ഈ നിർണായക തെളിവുകൾ കണ്ടെത്തിയത്. ഇതിന്റെ അർത്ഥം കേന്ദ്ര ഏജൻസികളുടെയും സംസ്ഥാന അന്വേഷണ സംഘത്തിന്റെയും റഡാറിൽ ചില പ്രമുഖരൊക്കെ കുടുങ്ങി കഴിഞ്ഞു എന്നാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പേരുകൾ തന്നെ. ശബരിമല എന്നത് ഭാരതത്തിന്റെ ആത്മീയ അടയാളമാണ്. അയ്യപ്പ ഭക്തർ നൽകിയ സ്വർണത്തിൽ ഒരു തരി പോലും നഷ്ടപ്പെടുന്നത് രാജ്യത്തെ വിശ്വാസികൾക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ കൊള്ള നടന്നത്. ഇന്ത്യയിലെ മറ്റ് പ്രമുഖ ക്ഷേത്രങ്ങളായ തിരുപ്പതിയിലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ഒന്നും നടക്കാത്തത്ര അനാസ്ഥയും കൃത്രിമവുമാണ് സന്നിധാനത്ത് നടന്നത്. അതായത് സന്നിധാനത്തെ ഓരോ ഇഞ്ചും പരിശോധിക്കാനാണ് SITയുടെ തീരുമാനം. ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ കൊല്ലം കോടതിയിൽ സമർപ്പിക്കുന്നതോടെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന പല വിവരങ്ങളും പുറത്തുവരും. ഈ കേസിലെ പ്രതികളെ പൂട്ടാനായി സർക്കാർ ഇറക്കിയിരിക്കുന്ന തുറുപ്പ് ചീട്ടാണ് തൃശൂർ സ്വദേശിയായ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അദ്ദേഹത്തെ നിയമിക്കുന്നതോടെ നിയമ പോരാട്ടം കടുക്കും. പ്രതികൾ പണവും സ്വാധീനവും ഉപയോഗിച്ച് രക്ഷപ്പെടാൻ നോക്കിയാൽ അത് തടയാനാണ് ഈ നീക്കം. ആഭ്യന്തര വകുപ്പിന്റെ ഫയലുകളിൽ ഇപ്പോൾ ചില പേരുകളൊക്കെ ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ പേരുകൾ വാർത്താ മാധ്യമങ്ങളിൽ ഫ്ലാഷ് ന്യൂസുകളായി നിറയുമെന്നത് ഉറപ്പുമാണ്. എല്ലാവരും ചോദിക്കുന്ന ഒന്നാണ്: ആരാണ് ആ പ്രതികൾ എന്നത്. ദേവസ്വം ഭരണതലത്തിലെ പ്രമുഖർ, അതിലേക്ക് ആദ്യം വരാം. സ്ട്രോങ് റൂമിന്റെ താക്കോൽ കൈകാര്യം ചെയ്തിരുന്നവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ലല്ലോ. പിന്നെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വന്നാലോ? ഉദ്യോഗസ്ഥരെ മറയാക്കി പിന്നിൽ നിന്നും കരുക്കൾ നീക്കിയ ചില അദൃശ്യ ശക്തികൾ അന്വേഷണ പരിധിയിലുണ്ട്. ബിസിനസ് ബന്ധങ്ങൾ നോക്കിയാൽ കള്ളപ്പണം വെളുപ്പിക്കാനോ സ്വർണം കടത്താനോ ഈ ക്ഷേത്ര സമ്പത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ED പരിശോധിക്കുകയാണ്. അറസ്റ്റിലാവുന്ന ആ വമ്പൻ സ്രാവുകൾ ചിലപ്പോൾ നമ്മൾ TV-യിൽ എന്നും കാണുന്ന മുഖങ്ങളായിരിക്കാം എന്നല്ല, അതെ, അവർ തന്നെയാണ്. സന്നിധാനത്തെ പരിശോധനകളിൽ ലഭിച്ച രേഖകൾ ആരുടെയൊക്കെ ഉറക്കം കെടുത്തുന്നു എന്നത് ഇപ്പോൾ വ്യക്തമാണല്ലോ. ഈ അഷ്ടദിക്പാലകർ ശരിക്കുള്ള സ്വർണ്ണമാണോ? അതോ അതും മാറ്റി പകരം ലോഹക്കൂട്ട് വെച്ചതാണോ? ഇതിന്റെ സയന്റിഫിക് പരിശോധനാ ഫലമാണ് ഇനി വരാനിരിക്കുന്നത്. സ്വർണമാണെങ്കിൽ അതിൽ എത്ര ഗ്രാം കുറവുണ്ടാവും? മോഷണം നടന്നത് എന്നു മുതലാണ്? ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പുണ്യശില്പങ്ങൾ കണ്ടെത്തിയത് കേവലം ഒരു തെളിവല്ല, അതൊരു കുറ്റസമ്മതമാണ്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ തെളിവ് നശിപ്പിക്കാൻ കണ്ടെത്തിയ അവസാന ശ്രമമായിരുന്നു അത്. പക്ഷെ നിയമത്തിന്റെ കൈകൾ അവിടേക്കും എത്തിയിരിക്കുകയാണ്. ഇത് കേവലം ഒരു വാർത്തയല്ല, കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ആത്മവിശ്വാസത്തിന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട മുറിവാണ്. ശബരിമലയുടെ സമ്പത്ത് കൊള്ളയടിച്ച ആ വമ്പൻ സ്രാവുകൾ ആരായാലും അവർക്കിനി രക്ഷയില്ല. എന്തായാലും ഇവിടെയാണ് നമ്മൾ ഏറ്റവും ഗൗരവകരമായ സത്യം തിരിച്ചറിയേണ്ടത്. ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള വെറും ഒരു മോഷണമല്ല, മറിച്ച് നിലവിലെ ഭരണകൂടത്തിന്റെ അഥവാ പിണറായി സർക്കാരിന്റെ ഒത്താശയോട് നടക്കുന്ന വ്യവസ്ഥാപിതമായ ഒരു കൊള്ളയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഭരണകൂടം ഇന്നൊരു ഭരണകൂടം തന്നെയാണോ? അതോ കേരളത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ, കേരളത്തെ നശിപ്പിക്കാൻ, മുടിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു സംഘടിത കൊള്ള സംഘമാണോ എന്ന് ജനങ്ങൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യത്തിൽ എന്താണ് പിശക്, എന്താണ് തെറ്റ്? ഭരണകൂടത്തിന്റെ തണലിലിരിക്കുന്ന ചില വമ്പൻ സ്രാവുകൾക്ക് വേണ്ടിയല്ലേ സന്നിധാനത്തെ പുണ്യശില്പങ്ങൾ പോലും ചാക്കിൽ കെട്ടി മാറ്റപ്പെട്ടത്? കേരളത്തിലെ സാധാരണക്കാരന്റെ നികുതി പണം തൊട്ട് ക്ഷേത്രങ്ങളിലെ വഴിപാട് പണം വരെ എങ്ങോട്ടാണ് പോകുന്നത്? അഷ്ടദിക്പാലകരെ കണ്ടെത്തിയത് സ്ട്രോങ് റൂമിലെ ഒരു മൂലയിൽ നിന്നുമാണ്. അത് അവിടെ എത്തിയത് ദേവസ്വം ഭരണപ്പടയിലെ ഉന്നതരുടെ അറിവോടുകൂടിയാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഭരണകൂടം മൗനം പാലിക്കുന്നു? ഉത്തരം വളരെ ലളിതമാണ്.
ഈ അഴിമതിയുടെ വേരുകൾ ചെന്നെത്തുന്നത് ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിലേക്കാണ്. വിശ്വാസികളെ ചവിട്ടിമതിച്ചും അയ്യപ്പ ഭക്തരെ ആചാര ലംഘനം നടത്തി വെല്ലുവിളിച്ചും മുമ്പോട്ട് പോയി ഈ ഒരു ഭരണകൂടം ഇപ്പോൾ ഭക്തർ സമർപ്പിച്ച സ്വർണത്തിലും കൈവച്ചിരിക്കുന്നു. ഇത് സമാനതകളില്ലാത്ത വിശ്വാസവഞ്ചന തന്നെയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധം അഴിമതിയുടെയും കൊള്ളയുടെയും ഒരു സാമ്രാജ്യമാണ് പിണറായി സർക്കാരിന് കീഴിൽ വളർന്ന് പന്തലിച്ചിരിക്കുന്നത്. K-Phone മുതൽ സ്വർണ്ണക്കടത്ത് വരെയും ഇപ്പോൾ ശബരിമലയിലെ ഈ പുണ്യശില്പങ്ങളുടെ മോഷണം വരെയും എത്തി നിൽക്കുന്ന ഈ പരമ്പര ഒരു കാര്യമാണ് വിളിച്ചു പറയുന്നത്. ഈ സർക്കാരിന് വിശ്വാസമെന്നോ ആചാരമെന്നോ ഉള്ള പവിത്രതയൊന്നുമില്ല. അവർക്ക് മുന്നിൽ പണം മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ ആ മൂലയിലേക്ക് എറിയപ്പെട്ടത്. അത് ഇനി അയ്യപ്പന്റെ വിഗ്രഹം അവിടെ ഉണ്ടോ എന്നാണ് ഭക്തർ ആകുലതയോട് ചോദിക്കുന്നത്. ശബരിമലയെ തകർക്കാൻ കാലാകാലങ്ങളായി നടന്ന ഗൂഢാലോചനയുടെ അവസാന അധ്യായമാണിത്. ഭക്തരുടെ കണ്ണീരൊപ്പേണ്ട ഭരണകൂടം ഭക്തരുടെ സമ്പാദ്യം കവരുന്ന അവസ്ഥ. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന കേന്ദ്ര ഏജൻസിയുടെ നീക്കമില്ലായിരുന്നുവെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള ഇന്നും സന്നിധാനത്തെ ആ സ്ട്രോങ് റൂമിൽ ഇരുട്ടറയിൽ മറഞ്ഞു കിടക്കുമായിരുന്നു. കേരള പോലീസിലെ തന്നെ നിഷ്പക്ഷരായ ഉദ്യോഗസ്ഥർക്ക് പോലും ഈ ഭരണകൂടത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരികയാണ്. അവരെ കുറ്റം പറയാൻ ഒക്കുമോ? കടക്കുപുറത്തെന്ന് പറഞ്ഞ് വലിച്ചെറിയും. ഓരോ ഫയലും പൂഴ്ത്തിവെച്ചും അന്വേഷണം അട്ടിമറിച്ചും അവർ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എത്ര കാലം ഇന്ത്യയുടെ ആത്മീയ പ്രഭാവത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ഭരണാധികാരികൾക്ക് ചരിത്രം മാപ്പ് നൽകില്ല. ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട വമ്പൻ സ്രാവുകളെ രക്ഷിക്കാൻ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ പോലും നാടകം കളിക്കുമോ എന്ന് നമ്മൾ കണ്ടറിയണം. കാരണം ഇത് പിണറായി സർക്കാരല്ലോ, അതല്ല അതിനപ്പുറം നടക്കും. കേരളം ഭരിക്കുന്നത് ഒരു ജനാധിപത്യ സർക്കാരല്ല, മറിച്ച് തങ്ങൾക്ക് ലഭിച്ച അധികാരം ഉപയോഗിച്ച് പൊതുമുതൽ പങ്കിട്ടെടുക്കുന്ന ഒരു മാഫിയ സംഘത്തെ പോലെയാണ് ഇവർ പെരുമാറുന്നത്. ശബരിമലയിലെ മണ്ണിൽ കളിച്ചവരാരും വെറുതെ പോയിട്ടില്ല എന്ന ചരിത്രം ഈ ഭരണാധികാരികളും ഓർത്താൽ നല്ലതാണ്. ഈ മോഷണ വിവരം പുറത്തു വന്നിട്ടും നാളിതുവരെ മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ വിശ്വാസികളോട് മറുപടി പറയാനും തയ്യാറായിട്ടില്ല. ഈ മൗനം കുറ്റസമ്മതമല്ലേ? ഈ മൗനം ആരെ സംരക്ഷിക്കാനാണ്? ഭരണകൂടത്തിന്റെ ഈ നിസ്സംഗതയും കൊള്ളയും ഭാരതത്തിലെ ഓരോ പൗരനും തിരിച്ചറിയണം. ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് ഇന്ത്യയിലെ സനാതന ധർമ്മത്തിന് നേരെയുള്ള വെല്ലുവിളി കൂടിയാണ്. ക്ഷേത്രഭരണം ഭക്തരെ ഏൽപ്പിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അല്ലാതെ ഈ യുക്തിവാദി സർക്കാർ ഇനിയും ഭരിച്ചാൽ ശബരിമല ഇനി അവിടെ ഉണ്ടാകില്ല. ഇനി നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. ഈ പോരാട്ടം സത്യത്തിന് വേണ്ടിയാണ്. ശബരിമലയുടെ പുണ്യത്തെ കച്ചവടം ചെയ്യുന്ന, ഭക്തരുടെ സമ്പത്ത് ചാക്കിലാക്കി കടത്തുന്ന ഈ കൊള്ള സംഘത്തെ തുറന്നു കാട്ടേണ്ട ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ട്. പദവികളും അധികാരവും ഉപയോഗിച്ച് എത്ര വലിയ കവചം തീർത്താലും ജനകീയ കോടതിക്ക് മുന്നിൽ ഈ ഭരണകൂടത്തിന് തല കുനിക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന വമ്പൻ സ്രാവുകൾ ആരാണെന്ന് ലോകം അറിയുമ്പോൾ പിണറായി വിജയന്റെ ഭരണകൂടത്തിന് ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടാൻ ഇടമുണ്ടാകില്ല. ഇത് അയ്യപ്പന്റെ മണ്ണാണ്. ഇവിടെ അധർമ്മം ഒരിക്കലും വിജയിക്കില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും അതൊരു മടിയും കൂടാതെ തന്നെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുന്നവരെ നന്ദി.